യെസ്, ശ്രീനിവാസന്റെ വിയോഗമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾ രണ്ടുപേരും അവിടെ എത്തിയിട്ടുണ്ട്, ബന്ധുക്കൾ അവിടെ എത്തിയിട്ടുണ്ട്. മമ്മൂട്ടി അല്പസമയം മുമ്പ് അവിടെ അദ്ദേഹത്തെ അവസാനമായി കണ്ടതിന് ശേഷം തിരിച്ചു പോയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 1 മണിയോടുകൂടി ടൗൺ ഹാളിലേക്ക് മാറ്റും. കാരണം ഇവിടെ സ്ഥലപരിമിതിയൊക്കെ ഉള്ളത് നേരത്തെ തന്നെ ശ്രീ രഞ്ജി പണിക്കർ അറിയിച്ചിരുന്നു മാധ്യമങ്ങളിലൂടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള ആളുകളെല്ലാം അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തുന്നത് ടൗൺ ഹാളിലേക്കായിരിക്കും. അവിടെയായിരിക്കും അതിന്റെ സജ്ജീകരണങ്ങൾ പൊതുദർശനം ഒരുക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീനിവാസൻ എല്ലാ രീതിയിലും മലയാളിയെ അത്ഭുതപ്പെടുത്തിയ, ചിരിപ്പിച്ച, മലയാളിയെ ചിന്തിപ്പിച്ച, മലയാളികൾക്ക് എല്ലാ കാലത്തും നേരത്തെ അതുപോലൊക്കെ പറഞ്ഞതുപോലെ എല്ലാ വിഷയങ്ങളിലും അഭിപ്രായങ്ങൾ തേടിയ, മാധ്യമങ്ങളെ സംബന്ധിച്ച് എന്ത് വിഷയമുണ്ട്, അത് രാഷ്ട്രീയമായിക്കോട്ടെ സിനിമയായിക്കോട്ടെ, അഭിപ്രായങ്ങൾ തേടിയിരുന്ന ഒരാൾ കൂടിയാണ് ഇല്ലാതാവുന്നത്. അത് മലയാള സിനിമയെ മാത്രം സംബന്ധിച്ചുള്ള നഷ്ടമല്ല, സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെല്ലാം അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളിയെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ചുള്ള വലിയ നഷ്ടം കൂടിയായി മാറുന്നത് അങ്ങനെയാണ് ശ്രീനിവാസൻ.